എൻ്റെ വീടിൻ്റെ തൊട്ട് വാതിക്കൽ തന്നെ ഒരു അയൽവാസിയുണ്ട്. അയൽവാസിക്ക് ഒരു മാവുണ്ട്. ആ മാവാണെങ്കിൽ ചെവിട് മാത്രം അയൽവാസിൻ്റെ വീടിൻ്റെ അത്രയുള്ളൂ. ബാക്കി എല്ലാം ശിഖരവും കാര്യങ്ങളും എല്ലാം എൻ്റെ വീടിൻ്റെ അകത്തായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലകൾ വീണ്, പിന്നെ അതേപോലെ ഓടിൽ കമ്പൊടിഞ്ഞ് വീണ്, മാങ്ങ വീണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് പഞ്ചായത്തിൽ ചെന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷം അയാളോട് പറഞ്ഞു. അപ്പോൾ അയാളോട് പറയുമ്പോൾ അയാൾ പറയുന്നത് എൻ്റെ കയ്യിൽ കാശില്ല, നിങ്ങൾ വേണേൽ ആളെ വിട്ട് വെട്ടിക്കോളാം. അഥവാ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ എനിക്കെതിരെ കേസാവും. അയാൾ പറയും എൻ്റെ വീട്ടിലെ മാവ് വെട്ടി എന്ന് പറയും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, ഇതൊരു 11ാമത്തെ നിലയുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അതിനകത്തൊരു ജനറേറ്റർ ഇവർ വെച്ചിട്ടുണ്ട്. ആ ജനറേറ്ററിൻ്റെ പുക പോകാനുള്ള പൈപ്പാണ് ആ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതുപോലും കൃത്യനിഷ്ഠമായിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അയൽവാസി നമ്മളോട് കാണിക്കുന്നത് എന്തുവാണ്? ആ മാവിൻ്റെ ഇല മൊത്തവും വീഴുന്നു. അതുകൂടാതെ പഴുത്ത് മാങ്ങ വവ്വാല് കടിച്ചെല്ലാം വീട്. എനിക്ക് നേരം വെളുക്കുമ്പോൾ ഈ ചൂലെടുത്ത് തൂക്കലാണ് എൻ്റെ ജോലി. അപ്പോൾ ഈ വീഡിയോ എൻ്റെ അയൽവാസിയായ ആൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാവ് വെട്ടി തരണമെന്ന്, മാവ് ഫുള്ളായിട്ട് വേണ്ട, ആ ശിഖരം ഒന്ന് ഒതുക്കി തരണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഞാനൊരു 7-8 ഓട് മാറിയിട്ടുണ്ട്. ഇനി അഥവാ ആ മാവ് വെട്ടണമെങ്കിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് പറഞ്ഞു തരുക, എങ്ങനെ നമുക്ക് ആ മാവ് ഒന്ന് വെട്ടി മാറ്റാൻ പറ്റുമെന്നുള്ള. ഓക്കെ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്